നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ദില്ലിയിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമെന്ന് ഉറപ്പാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കൊമ്പുകോർക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അതായത് പുതിയ പാർലമെന്റ് സമ്മേളനത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മുഴുവൻ മാറുകയാണ്. നൂറുകണക്കിന് എംപിമാരാണ് ഇതിനോടകം തന്നെ കൂറുമാറിയത്. പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് നിരവധി പാർട്ടികളും എംപിമാരും കൂറുമാറിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണി ശിഥിലമായ ഒരു സാഹചര്യമുണ്ട്. DMK അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസിലെ ഭൂരിഭാഗം MLA മാർ ഇവരെല്ലാം തന്നെ ഇന്ത്യ മുന്നണി വിട്ട് NDAക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രവണതകൾ അല്ലെങ്കിൽ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CJP നടത്തുന്ന സമരം, ആ സമരവും വാൻചുക്കിൻ്റെ നിരാഹാരവുമെല്ലാം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. അയോധ്യയിലെ തട്ടിപ്പ് അല്ലെങ്കിൽ അയോധ്യയിലെ കൊള്ള അത് വലിയ രീതിയിൽ വിഷയമാക്കാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിക്കുന്നുണ്ട്. അതേസമയം വലിയ രീതിയിലുള്ള നിയമനിർമ്മാണവും തന്ത്രപ്രധാനമായ ബില്ലുകളുമൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഹോംവർക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചെയ്തിട്ടുണ്ട്. ഈ ഗൃഹപാഠം ഒന്നോ രണ്ടോ ദിവസത്തെ ഗൃഹപാഠമല്ല, മാസങ്ങളോളം ഭരണപക്ഷം വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുന്നേയുള്ള സാഹചര്യമല്ല ഇന്ന് പാർലമെൻറ്റിലുള്ളത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ പരാജയപ്പെട്ടു പോയെങ്കിൽ അതേ ബില്ലുകൾ വീണ്ടും തിരിച്ചു എത്തിച്ച് പാസ്സാക്കാൻ BJP ശ്രമം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഓപ്പറേഷനുകൾ നടത്തി. ആം ആദ്മി പാർട്ടിയുടെ 10-ൽ 7 രാജ്യസഭാ MPമാരും BJPയിലേക്ക് വന്നു. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ 9 MPമാരും BJPയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ NDAയുടെ ഭാഗമായിട്ടുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നു. NCPയിലും ശരത് പവാർ അടക്കമുള്ള ആളുകൾ NDA പക്ഷത്തേക്ക് വന്നിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് MPമാരും MLA മാരുമെല്ലാം NDA പക്ഷത്തേക്ക് വന്നു. ഇങ്ങനെ ഒട്ടനവധി MPമാർ ഭരണപക്ഷത്തേക്ക് കൂറുമാറിയിട്ടുണ്ട്. മാത്രമല്ല YSR കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ബിജു ജനതാദൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, DMK അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ബില്ലുകളിന്മേൽ തീരുമാനം മാറ്റിയിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചില ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ആ ഭേദഗതികൾ ഉൾപ്പെടുത്താമെന്ന് അമിത്ഷാ ഉറപ്പു നൽകുകയും ചെയ്തതോടുകൂടിയാണ് BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും നിലവിൽ BJPക്ക് 3/2 ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ NDAക്ക് 3/2 ഭൂരിപക്ഷമുണ്ട് എന്ന സാഹചര്യമാണ് ഇപ്പോൾ പാർലമെൻറ്റിലുള്ളത്. അതായത് ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും BJPക്ക് നിഷ്പ്രയാസം പാസ്സാക്കാമെന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ദേശീയ ബഹുമതിയെ അപമാനിക്കൽ തടയൽ ബിൽ, അതോടൊപ്പം FCRA നിയമം, ഭരണഘടനാ ബില്ലുകൾ, അതായത് നേരത്തെ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ല്, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ല്, അതോടൊപ്പം ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ബില്ല്, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38-ആയി ഉയർത്തുന്നത് സംബന്ധിച്ച ബില്ല്, ഇങ്ങനെയുള്ള ഒട്ടനവധി തന്ത്രപ്രധാനമായ ബില്ലുകൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സഭയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് സൂചന. ഇന്ന് തന്നെ ഈ ദേശീയ ബഹുമതിയെ അപമാനിക്കൽ തടയൽ ബില്ലും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ബില്ലും ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് സൂചന. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ലുകൾ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളും സമവാക്യങ്ങളും മാറിയതോടുകൂടി പുതിയ രാഷ്ട്രീയ പാർട്ടികൾ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ യാതൊരു പ്രയാസവും ഭരണപക്ഷത്തിനുണ്ടാവില്ല. ഭരണഘടനാ ഭേദഗതി ബില്ലടക്കം ഈ പറയുന്ന പൈപ്പ് ലൈനിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷം നേടാനാകുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അതിനാവശ്യമായ ഗൃഹപാഠമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി BJP നടത്തി വന്നത്. അത് ദില്ലിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ആ ഗൃഹപാഠം. വിവിധ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ BJP നേതാക്കന്മാർ വിയർപ്പൊഴുക്കി. എന്നാൽ പ്രതിപക്ഷത്ത് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള
വലിയ ശ്രമമുണ്ടാകുമെന്നുറപ്പാണ്. പക്ഷേ അവർ വിജയിക്കുമോ? കാരണം ഈ കഴിഞ്ഞ അടുത്ത ദിവസം വരെ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. മാത്രമല്ല, ഇന്ത്യയിലെത്തിയ ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് സ്ട്രാറ്റജി കമ്മിറ്റി യോഗം ചേർന്നു. ഈ യോഗത്തിൽ സർക്കാരിനെ ഏതൊക്കെ വിഷയങ്ങളിൽ എതിർക്കണം, ഏതൊക്കെ വിഷയങ്ങളിൽ അനുകൂലിക്കണം എന്നതൊക്കെ സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന് ഒരല്പം എഡ്ജ് കിട്ടുന്ന, ഒരല്പം മുൻതൂക്കം കിട്ടുന്ന പാർലമെൻറ്റ് സമ്മേളനമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വനിതാ സംവരണ ബില്ല് അടക്കമുള്ള ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ കഴിഞ്ഞ തവണ ലോക്സഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ ഒരു കാരണവശാലും ഈ ബില്ലിനെ എതിർക്കരുത്, ഞങ്ങൾക്ക് ഇത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമില്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തിലെ സഹോദരി സഹോദരന്മാർക്കായി ഈ ബില്ലുകൾ പാസ്സാക്കാം. അങ്ങനെയെങ്കിൽ ഈ ബില്ല് പാസ്സായതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് ജനങ്ങൾ നൽകുകയില്ല, മറിച്ച് ഈ ഒരു പാർലമെൻറ്റിന് മുഴുവൻ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ നിങ്ങളിതിനെ എതിർക്കുകയാണ് എങ്കിൽ ജനങ്ങൾ നിങ്ങളെ ശിക്ഷിക്കും, അതിൻ്റെ ആനുകൂല്യം BJPക്ക് കിട്ടും. ആ പറഞ്ഞത് അച്ചട്ടായി മാറുകയായിരുന്നു. വനിതാ സംവരണ ബില്ലിനെ നഖശിഖാന്തം എതിർത്ത DMK തമിഴ്നാട്ടിൽ തോറ്റു തുപ്പിയിട്ടു. മാത്രമല്ല, ഈ 15 വർഷം നീണ്ട ഭരണം കാഴ്ചവെച്ച മമതാ ബാനർജിക്കും ഭരണം നഷ്ടമായി എന്ന് മാത്രമല്ല, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത പാർട്ടിയും മമതാ ബാനർജിക്ക് നഷ്ടമായി എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വലിയ മുന്നറിയിപ്പ് നേരത്തെ നരേന്ദ്രമോദി നൽകിയതായിരുന്നു. ആ മുന്നറിയിപ്പ് പ്രതിപക്ഷം അവഗണിച്ചു. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തെ കാലിനടിയിലെ മണ്ണ് മുഴുവൻ NDA ഭാഗത്തേക്ക് ഒലിച്ചു പോയിരിക്കുകയാണ്. വോട്ടെടുപ്പ് വന്നാൽ പ്രതിപക്ഷം തോറ്റ് തുന്നമ്പാടുമെന്നുറപ്പാണ്. ഈ ആത്മവിശ്വാസം എന്തായാലും സർക്കാരിനുണ്ട്, ഭരണകൂടത്തിനുണ്ട്. എന്നാൽ എത്രത്തോളം MP-മാർ കൂറുമാറിയെന്നും നിലവിൽ എത്രയെത്ര രാഷ്ട്രീയ പാർട്ടികൾ, എത്ര MP-മാർ BJP സർക്കാരിനെ പിന്തുണയ്ക്കും എന്നും ഇപ്പോഴും നിശ്ചയമില്ല. എന്തായാലും അകത്തെ കളികൾ വ്യക്തമാണ് ഭരണകൂടത്തിന്. ആ കളികൾ എന്തെന്ന് പൊതുജനം മനസ്സിലാക്കുന്ന ദിവസങ്ങളായിരിക്കും വരും ദിവസങ്ങൾ. അതായത് പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചകൾ തീർച്ചയായും രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതായിരിക്കും. പ്രതിപക്ഷമെന്ന നിലയിൽ ഈ സമ്മേളനം തൂക്കാൻ എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ശേഷിയില്ല എന്നുറപ്പായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ നാടകീയ രംഗങ്ങളായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം ഉത്തരം മുട്ടിയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുഴുവൻ സമ്മേളന ദിവസങ്ങളും സ്തംഭിപ്പിക്കാനും സാധ്യതയുണ്ട്.